نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും അർഹിക്കുന്ന ഭാഷയിൽ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഒരു വെള്ളിയാഴ്ച കൂടി ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുവാനും ജുമുഅയിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നാം ഏവരും. പലപ്പോഴും അള്ളാഹ് വന്നിട്ടുള്ള നിഅമത്തുകൾ, അള്ളാഹ് നൽകിയിട്ടുള്ള നിഅമത്തുകൾ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര വലിയ നിഅമത്താണെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അത് എടുത്തു കളഞ്ഞവരെ കാണുമ്പോഴായിരിക്കും അത് എത്ര വലിയ നിഅമത്തായിരുന്നു എന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയും, അല്ലേ? നമ്മളെപ്പോലെ 2 ആഴ്ച മുമ്പ് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന ഒരുപാട് പേർ, ഇന്ന് അവരൊരുമിച്ച് കൂടിയ പള്ളിയും ഒക്കെ ഇന്ന് 6 അടി മണ്ണിന്റെ അടിയിലാണ്, അല്ലേ? നമുക്കറിയാം
അവരുടെ പലരും എവിടെ പോയി എന്ന് ഇപ്പോഴും കണ്ടെത്തുക സാധ്യമായിട്ടില്ല. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലരും, അല്ലേ? പലരുടെയും ഉമ്മ നഷ്ടപ്പെട്ടു, പലരുടെയും ഉപ്പ നഷ്ടപ്പെട്ടു, പലരുടെയും ഭർത്താവും ഭാര്യയും നഷ്ടപ്പെട്ട്, തൻ്റെ പിഞ്ചോമന പൈതങ്ങളെ നഷ്ടപ്പെട്ട് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നില്ല, അല്ലേ? പലരുടെയും അവയവങ്ങൾ കിട്ടിയിട്ടുണ്ട്, കൈ കിട്ടിയിട്ടുണ്ട്, കാല് കിട്ടിയിട്ടുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതാരുടേതാണ്? താൻ തിരയുന്ന തൻ്റെ ഉറ്റവരുടെ, അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന തൻ്റെ ഉമ്മയുടെ, തൻ്റെ പിഞ്ചോമന പൈതങ്ങളുടെ അവയവങ്ങളാണോ എന്ന് പോലും അവർക്കറിയാൻ കഴിയാത്തൊരവസ്ഥ, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി. അങ്ങനെ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് ചുറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എത്രത്തോളം നിസ്സാരനാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കാം. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. അഹങ്കരിച്ച് ഗർവ് കാണിച്ച് നടക്കാനുള്ളതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ മുന്നിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുക, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി, മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരാണ്, അല്ലേ? അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ള നിഅമത്തുകൾ തിരിച്ചറിയാണ്ട് അഹങ്കരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പാഠം അതിലൂടെ നൽകുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ അഹങ്കരിക്കുകയാണ്. സ്വന്തം ജ്യേഷ്ഠൻ തൻ്റെ പറമ്പിലൂടെ കടന്നുപോയ നിമിഷം അനിയൻ കല്ലെടുത്ത് എറിയുകയാണ്. ജ്യേഷ്ഠന്റെ തലയിൽ നിന്ന് ചോര പൊട്ടി ചോര ഒലിക്കുന്ന സമയത്ത് അനിയൻ വിളിച്ചു പറയാ, ഇത് പൊതുവഴിയല്ലോ എന്ന് പറയാണ് ആ ജ്യേഷ്ഠന്റെ മുഖത്ത് നോക്കിയിട്ട്. നമ്മൾ ചിന്തിച്ചു നോക്കി, അത്രേ ഉള്ളൂ. ആ ഒരു വിലയെ നമ്മൾ ജ്യേഷ്ഠന് കൽപ്പിക്കുന്നുള്ളൂ, ബന്ധങ്ങൾക്ക് കൽപ്പിക്കുന്നുള്ളൂ, അയൽവാസിയോട് കൽപ്പിക്കുന്നുള്ളൂ. ഒരു തൻ്റെ അയൽവാസിയുടെ പറമ്പിലുള്ള ഒരു ചില്ല തൻ്റെ പറമ്പിലേക്ക് ചാഞ്ഞു നിന്നതിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാ, ചീത്ത പറഞ്ഞിട്ടുള്ളതാ. അവനോട് ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിച്ച് അനിഷ്ടങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ള ആളുകളാ നമ്മൾ. ചിന്തിച്ചു നോക്കി, ഒരു നിമിഷം കൊണ്ട് എല്ലാം മണ്ണിന്റെ അടിയിലായി പോവുകയാണ്, അല്ലേ? ആരാണ് നമ്മളെ കുളിപ്പിക്കാന്ന് പോലും നമുക്ക് പറയാൻ പറ്റൂല. നമ്മുടെ മയ്യത്തിനെ ആരാണ് കുളിപ്പിക്കുക? നമ്മൾ ചിന്തിച്ചു നോക്കി. വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായിട്ട് 100 കിലോമീറ്റർ അകലെയുള്ള നിലമ്പൂരില് അവിടെ വെച്ച് നദിയിൽ നിന്ന് ആ വെള്ളത്തിൽ നിന്ന് ആളുകൾ എടുത്തു കൊണ്ടുവരാണ്. ശരീരം മുഴുവനായിട്ടില്ല, പല അവയവങ്ങളേ ഉള്ളൂ. അതൊക്കെ ഒരു കൂട്ടിയിട്ട് ഒരു തുണിയിലാക്കിയിട്ട് അവര് തന്നെ പലയിടത്തും കൊണ്ടുപോയി മറമാടാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, കഫൻ ചെയ്യാണ്, കുളിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. നമ്മുടെ മയ്യത്ത് പോലും ആരാ നമസ്കരിക്കുക നമുക്കറിയില്ല. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത പലരുമാണ് നമ്മുടെ ശരീരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? മനുഷ്യൻ എത്ര നിസാരനാണ് എന്ന് കാണിച്ചു തരിക. ഈ മനുഷ്യനാണ് തൻ്റെ എന്തെങ്കിലും ഒരു സംസാരത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പിഴവ് മൂലം, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഉണ്ടായിട്ടുള്ള പ്രയാസം മൂലം മിണ്ടാതെ, പരസ്പരം സംസാരിക്കാതെ, സലാം പറഞ്ഞാൽ സലാം മടക്കാതെ, മുഖത്തോട് മുഖം നോക്കാതെ തിരിഞ്ഞു നടക്കുന്ന ആളുകൾ. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ തീർന്നിട്ടുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള, സ്വാർത്ഥരായി തീർന്നിട്ടുണ്ട് മനുഷ്യൻ. എന്നാ ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിഅമത്തുകൾ തിരിച്ചറിഞ്ഞിട്ട് അതിന് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദുരന്തങ്ങൾ വരുമ്പോ അതിൽ സങ്കടപ്പെട്ട് നിരാശപ്പെടുകയല്ല വേണ്ടിയത്, മറിച്ച് പടച്ച റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്തിട്ട് ക്ഷമിക്കുവാനും അത് സഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലേ? വയനാട്ടിൽ എന്ത് സംഭവിച്ചോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. എന്താ പറയുന്നത്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്,
ഭയം കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. ഭയം. മഴ പെയ്യുമ്പോൾ, മഴക്കാറ് കാണുമ്പോൾ ഇന്ന് അവരുടെ മനസ്സിൽ വല്ലാത്ത ഭയമാണ്. പണ്ട് അവർ ആ മഴയെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി. ആ വയനാട്ട് ചുരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഒറ്റി വീഴുന്ന മഴത്തുള്ളികൾ കണ്ട് ഒരു കട്ടൻ ചായയും കുടിച്ച് അവർ ആസ്വദിച്ചിരുന്ന മഴയാണ്. ഇന്നോ ആ മഴ കാണുമ്പോൾ ഭയമാണ് ഉള്ളില്, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി. നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശപ്പ് കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾക്ക് പല നഷ്ടങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ എടുത്തുകൊണ്ടുപോകും. നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടം ഉണ്ടാവും, നിങ്ങൾക്ക് ശാരീരികമായ നഷ്ടം ഉണ്ടാവും. പല വിപത്തുകൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കും. എന്നിട്ടോ വബശ്ശിരി സ്വാബിരീൻ, ആർക്കാ സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞ്? ക്ഷമിക്കുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ നൽകിയത് ഏത് നിമിഷവും എടുക്കാം എന്ന ബോധ്യത്തോടു കൂടി ഇതൊക്കെ ക്ഷമിക്കുന്ന വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത ഉണ്ട് എന്നുള്ളതാണ്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്കെങ്ങാനും വല്ല പ്രയാസവും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ അവർ പറയുന്ന ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോൻ നൽകിയതാ, അത് ഏത് നിമിഷവും പടച്ചോൻ തിരിച്ചെടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ഇന്നാ ലില്ലാഹ്, അല്ലാഹുവിൽ നിന്നാണ്, വ ഇന്നാ ഇലൈഹി, അവനിലേക്ക് തന്നെയാണ് ഇതിന്റെ മടക്കം. അതിലൊരു സംശയവും ഇല്ല. നമ്മുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്, അതൊരു നിഅമത്താണ്. നമുക്ക് സമ്പത്ത് നൽകുന്നത് പോലെ ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളാകട്ടെ നിങ്ങളുടെ സമ്പത്താകട്ടെ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഫിത്നയാണ്, പരീക്ഷണാർത്ഥം അല്ലാഹു നൽകിയതാണ്. ഇതിനെപ്പറ്റി നാളെ ചോദ്യം ചെയ്യും, അല്ലേ? കിട്ടിയിട്ടുണ്ടോ? നാളെ നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഉത്തരം പറഞ്ഞേ മതിയാവും. മക്കളെ കിട്ടിയിട്ടുണ്ടോ? ചോദിക്കും പടച്ചോൻ, എങ്ങനാ നീ മക്കളെ വളർത്തിയേ? ചോദിക്കും, ഉറപ്പാണ്. കള്ളു കുടിച്ചു വരുന്ന മക്കളുണ്ട്, മറ്റു രൂപത്തിൽ തോന്നിവാസങ്ങൾ ചെയ്യുന്ന മക്കളുണ്ട്. ഉപ്പക്കറിയാം, ഉമ്മക്കറിയാം, ഇന്നേ വരെ ഒരു വാക്ക് തിരിച്ചു പറയാൻ ഉപ്പക്കോ ഉമ്മക്കോ കഴിഞ്ഞിട്ടില്ല, തിരുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ വസ്ത്രം അണിഞ്ഞ് മേക്കപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന പെൺമക്കളുണ്ട് വീട്ടില്. പറഞ്ഞു കൊടുക്കാൻ ഇന്നേ വരെ ഉപ്പയോ ഉമ്മയോ മുതിർന്നിട്ടില്ല. എന്തേ കാരണം? താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കേട്ടിട്ടില്ലെങ്കിലോ, അവരനുസരിച്ചിട്ടില്ലെങ്കിലോ? അതെനിക്ക് കുറച്ചിലല്ലേ, ഞാൻ പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ പറയാനും പോയിട്ടില്ല, തിരുത്താനും പോയിട്ടില്ല. അങ്ങനെ കുറെ ആളുകളുണ്ട്, അല്ലേ? ഉറപ്പാണ് അല്ലാഹ് ചോദിക്കുന്നില്ല. നൽകിയിട്ടുണ്ടോ? പടച്ചോൻ ചോദിക്കും, അല്ലേ? സമ്പത്ത് നൽകിയിട്ടുണ്ടോ? പടച്ചോൻ ചോദിക്കും. എന്തൊക്കെയാ ചോദിക്കുക? ഏത് മാർഗത്തിലൂടെ നീ അത് സമ്പാദിച്ചു? ഉറപ്പാ. ഏത് മാർഗത്തിൽ നീ വിനിയോഗിച്ചു? പടച്ചോൻ ചോദിക്കും. അതുപോലെ തന്നെ മക്കളെ കുറിച്ചും ചോദിക്കും. നമുക്ക് ആയുസ് അല്ലാഹ് നൽകിയിട്ടുണ്ടോ? അത് നിഅമത്താണ്. അല്ലാഹ് നൽകിയത് അതിനെക്കുറിച്ച് ഉറപ്പായിട്ട് നാളെ ചോദിക്കും, എല്ലാം ചോദിക്കും. ഉത്തരം പറയാൻ പറ്റണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ഇതൊക്കെ വിനിയോഗിക്കാൻ നമുക്ക് പറ്റണം എന്നുള്ള. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ പറയുന്ന, പടച്ചോൻ നൽകിയിട്ടുണ്ടോ? ഇതൊക്കെ ഏത് നിമിഷം എടുത്തു കളയാം, ഇതൊക്കെ അല്ലാഹുവിലേക്കുള്ളതാണ് എന്ന് പറയുന്നവരാണ് അവർ. ഉലൈക അലൈഹിം സ്വലവാത്തും മിൻ റബ്ബിഹിം വറഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവും സമാധാനവും അവർക്കുള്ളതാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ എല്ലാം വരമേൽപ്പിച്ച് ക്ഷമിക്കുന്ന അവർക്കുള്ളതാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിലായത്, അല്ലേ? അവരാണ് ഹിദായത്തിലായിട്ടുള്ളത്. നന്മ നൽകിയിട്ടും തിന്മ നൽകിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കും, ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മളൊരു വാർത്ത കേട്ടു. മക്കയില് ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഉപ്പ മരണപ്പെടുകയാണ്. ഉപ്പയുടെ മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി മകൻ കുവൈത്തിൽ നിന്ന് ചെല്ലുകയാണ്. എന്നിട്ടോ
സംസ്കരണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് തൻ്റെ ഭാര്യയുടെയും 3 മക്കളുടെയും കൂടെ മടങ്ങുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകന്റെ റൂഹിനെ കൊണ്ടുപോവാണ്. ഒരു ചെറിയൊരു ആക്സിഡന്റ്, ഭാര്യക്കും മക്കൾക്കും പറയാവുന്ന അത്ര ഒരു പരിക്ക് പോലും ഇല്ല. ആ മകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയി. നെഞ്ചത്ത് കൈവച്ച് ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ മകൻ ഓർത്തിരുന്നില്ല, നിമിഷങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ റൂഹിനെയും കൊണ്ടുപോകുമെന്ന് ഒരിക്കലും ആ മകൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അല്ലേ? നമ്മൾ ചിന്തിക്കുക, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വനബ്ലൂകും ബിശർരിൻ വബിൽ ഖൈരി ഫിത്ന, അവരെ ഷർറ് കൊടുത്തിട്ടും അതുപോലെ തന്നെ നന്മ കൊണ്ടും നാം അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വഇലൈനാ തുർജഊൻ, തീർച്ചയായും അവരുടെ മടക്കം നമ്മിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നമ്മിലേക്കാണ്. നന്മ നൽകിയിട്ടും തിന്മ നൽകിയിട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നുള്ള സ്വാഭാവികമാണ് മനുഷ്യൻ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ സൂറത്ത് അഅറാഫിലെ 168-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത് ലഅല്ലഹും യുർജഊൻ. നാം അവരെ പരീക്ഷിക്കും. എങ്ങനെ? നന്മ കൊണ്ടും തിന്മ കൊണ്ടും ഒക്കെ പരീക്ഷിക്കും. ഒരുപക്ഷെ അവർ മടങ്ങിയേക്കാണ്. ആ പരീക്ഷണത്തിൽ അവർ തിരിച്ചറിഞ്ഞിട്ട് അള്ളാലേക്ക് ഒരു പക്ഷേ മടങ്ങിയേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. അല്ലേ? ഇത്തരത്തിൽ പരീക്ഷിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശപിക്കാൻ പാടില്ല. അള്ളാഹ് നൽകിയിട്ടുള്ള നിഅമത്തുകളെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു വഅക്രമഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്ത് നൽകി, സമ്പത്ത് നൽകി, അവൻക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുത്ത് അതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയുന്ന, പടച്ചോൻ എന്നെ ആദരിച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കുറേ നിഅമത്തുകൾ നൽകിയിട്ടുണ്ട് എന്നാ മനുഷ്യൻ പറയും. എന്നിട്ടോ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. പടച്ചോനൊന്ന് പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ മനുഷ്യന്റെ റിസ്ക്കൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവന മാർഗം ഒന്ന് കുടുസാക്കി കൊടുത്തു, പരീക്ഷണാർത്ഥ. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്ന, പടച്ചോൻ എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്ന്. ഫയഖൂലു റബ്ബി അഹാനൻ, അല്ലാഹ് എന്നെ നിന്ദിച്ചു കളഞ്ഞു എന്ന് പറയുന്ന പാടില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിലാവാൻ പാടില്ല. അല്ലാഹ് ഒരു പരീക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹ് നമ്മെ പരീക്ഷിക്കാൻ, നമ്മുടെ അല്ലാഹ് ആ സമയത്ത് നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ അല്ലാഹ് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് നൽകുന്നത്. പലരും ഉണ്ട് കാലത്തെ ശപിക്കുകയാണ്, എന്ത് നശിച്ച മഴയാണ്, എന്ത് നശിച്ച വെയിലാണ്. പലരും പറയാറുണ്ട്, പാടില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബുദ് ദഹർ, നിങ്ങൾ കാലത്തെ ശപിക്കാൻ പാടില്ല. ഇന്നല്ലാഹ ഹുവദ് ദഹർ, തീർച്ചയായും കാലത്തെ നിയന്ത്രിക്കുന്ന അള്ളയാണ്. നമുക്ക് വെയിലാണെങ്കിലും മഴയാണെങ്കിലും എന്താണെങ്കിലും പടച്ചോൻ അതൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മൾ ശപിക്കുന്ന സമയത്ത് അത് പടച്ചോനെ ശപിക്കുന്നതിന് തുല്യാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോവാണ്, കുഫ്റിന്റെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോവാണ്, അതിനെക്കുറിച്ച് ഓർക്കുന്ന പോലും ഇല്ല. നമ്മൾ ചിന്തിക്കുക, അങ്ങനെ കാഫിറുകളായി പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മഴ പെയ്ത സമയത്ത് ഇത് മുഖേന പലരും കാഫിറുകളായി പോയിട്ടുണ്ട് എന്നാ. എന്തേ അവര് പറഞ്ഞിട്ടുള്ളത്? ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നാൽ ഇന്ന ഞാറ്റുവേല കാരണം ഈ മഴ വന്നിട്ടുള്ളത്, എടവപ്പാതി കഴിഞ്ഞു, ഇതാ മഴ പെയ്യാൻ തുടങ്ങി, ആ രൂപത്തിൽ അവർ പറഞ്ഞിട്ടേ ഉള്ളൂ. ആ വാക്ക് കൊണ്ട് അവർ കാഫിറുകളായി പോയി എന്നാ പറഞ്ഞത്. അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി, അത്രയും ഗൗരവമാണ്. നമ്മൾ അറിയാതെ മനസ്സിൽ പോലും കരുതാത്ത പല കാര്യങ്ങളും ആ രൂപത്തിൽ നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ കാഫിറുകളായി പോകുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തില് ആഖിറത്തിന്റെ അടയാളമായിട്ട് പല ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അല്ലേ?
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യകൂനു ഫീ ആഖിരി ഹാദിഹിൽ ഉമ്മ ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ. ആഖിറത്തിന്റെ ദിവസം അടുക്കാൻ സമയത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, സർവ്വതിനെയും പിളർത്തിക്കളയും ഭൂമിയുടെ അടിയിലേക്ക്. അങ്ങനൊരു ദിവസം വരാനുണ്ട് എന്നുള്ള. സർവ്വതിനെയും, ഭൂമി തന്റെ ഉപരിതലത്തിലുള്ള എല്ലാത്തിനെയും തന്റെ അടിയിലേക്ക്, ഉള്ളിലേക്ക് വലിച്ചു കളയുന്ന ഒരു ദിവസം വരാനുണ്ട്. മനുഷ്യന്റെ രൂപം മാറ്റിക്കളയുന്ന ഒരു ദിവസം വരാനുണ്ട്. ചരൽമയ പെയ്യിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളതാ. ആ സമയത്ത് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂലേ, യാ റസൂലല്ലാഹ്, അനഹ്ലുകു അനുഹ്ലികു വഫീനാ സ്വാലിഹൂൻ. ഞങ്ങളിൽ സ്വാലിഹീങ്ങളായിട്ടുള്ള നല്ലവരൊക്കെ ഉണ്ടായിരിക്കെ ഞങ്ങളെയും നശിപ്പിക്കപ്പെടുവോ റസൂലേ എന്ന് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നഅം ഇദാ ലഹറൽ ഖബസ്. ഖബസ് പ്രകടമായിട്ടുണ്ടെങ്കിൽ, തോന്നിവാസങ്ങള്, വൃത്തികേടുകള്, തെമ്മാടിത്തരങ്ങള് അത് പ്രകടമാകുന്ന നിമിഷത്ത് ഇവരെല്ലാവരും ഉണ്ടെങ്കിലും, സന്മനസ്സുള്ള നന്മ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും നശിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കൊലപാതകം അത് സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയാസമില്ല, ആരെ കൊല്ലാൻ ഒരു മടിയുമില്ല. കൊന്നവന് പോലും അറിയൂല താൻ എന്തിനാണ് ആ മനുഷ്യനെ കൊന്നിട്ടുള്ളത് എന്ന്. കൊല്ലപ്പെട്ടവൻ അറിയില്ല താൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാ താൻ കൊല്ലപ്പെട്ടത് എന്ന് അറിയാത്തൊരു കാലഘട്ടമാണ് അല്ലേ? കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം, ഒരു ഉസ്താദ്, കൊടകിൽ നിന്ന് വന്നിട്ടുള്ള റിയാസ് എന്നൊരു ഉസ്താദ്, അദ്ദേഹം രാത്രി പള്ളിയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം പിറ്റേന്ന് പുലർച്ചെ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി വിട പറയുന്ന ഒരിക്കലും ആ ഉസ്താദ് വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി, നാടും വീടും ഉറ്റവരെയും തങ്ങൾ സ്നേഹിക്കുന്നവരെയും ഒക്കെ വിട്ടെറിഞ്ഞിട്ട് മറ്റൊരു നാട്ടിൽ വന്ന് തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയാണ് ആ മനുഷ്യൻ അല്ലേ? ആ കൊന്നു കളഞ്ഞിട്ടുള്ള ആളുകൾക്ക് പോലും അറിയില്ല ഇത് മനുഷ്യൻ ആരാന്നുള്ളത്. പള്ളിയുടെ ഉള്ളില് അയാളുടെ പേരറിയില്ല, ഒന്നും അറിയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കി, താൻ എന്തിന്റെ പേരിലാ കൊല്ലപ്പെട്ടത് എന്ന് പോലും ആ ഉസ്താദിന് അറിയലുണ്ടാവില്ല. അങ്ങനാണ് കൊലപാതകം സർവ്വസാവർത്തികമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ? നമ്മൾ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടുന്ന ഒരു സമയമാണ്, എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാ താൻ കൊല്ലപ്പെട്ടത് എന്ന്. ജാഹിലിയ കാലത്തുണ്ടായിരുന്നു അല്ലേ? ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തനിക്ക് പെൺകുട്ടിയാണ് പിറന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അപമാനമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അറബികൾക്കിടയിൽ. ചിന്തിച്ചു നോക്കി, അങ്ങനെ കൊല്ലപ്പെട്ടത് എന്തിന് എന്ന് പോലും അറിയാതെ കൊല്ലപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു സഹോദരൻ 5 വർഷം കഠിന തടവ് അനുഭവിക്കുകയാണ് ജയിലിൽ. കഠിന തടവ് അനുഭവിച്ചിട്ട് 5 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. കുറ്റവിമുക്തനാണ്, ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് വെറുതെ വിടുകയാണ്. അപ്പോ ആ കാരണം ചോദിച്ച സമയത്ത് പറയപ്പെട്ടു, തൻ്റെ സഹോദരി മറ്റൊരു യുവാവുമായിട്ടുള്ള പ്രണയം അത് ജ്യേഷ്ഠൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ജ്യേഷ്ഠന്റെ പേരിൽ ആരോപിച്ചു, പീഡനം ആരോപിക്കുകയാണ്. ആ കാമുകനുമായിട്ട് തനിക്ക് നല്ല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി തൻ്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടുള്ള ജ്യേഷ്ഠന്റെ പേരിൽ പരാതി കൊടുക്കുകയാണ്, പീഡിപ്പിച്ചു എന്നുള്ള പേരും പറഞ്ഞിട്ട്. ചിന്തിച്ചു നോക്കി, 5 വർഷം ആ മനുഷ്യൻ കഠിന തടവ് അനുഭവിച്ചു എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, ഇത്തരത്തില് സ്വാർത്ഥരായി തീർന്നിട്ടുണ്ട് മനുഷ്യൻ അല്ലേ? പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആഖിറ നാളിൽ വരുന്ന അദാബുകളെ കുറിച്ച്, അടയാളങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ വളർത്തി വലുതാക്കിയ ഉമ്മയെയും ഉപ്പയെയും വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്ന മക്കളുള്ള ഒരു കാലഘട്ടമാണ് അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി,
തന്നെ പോറ്റി വളർത്തിയ ഉപ്പയുടെയും ഉമ്മയുടെയും ഹൃദയത്തിൽ തീക്കനൽ വാരിയിട്ട് ഇന്നലെ കണ്ടിട്ടുള്ള കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺമക്കളുള്ള ഒരു കാലഘട്ടമാണ്. ചിന്തിക്കുക, സ്വാർത്ഥരായി തീർന്നിട്ടുണ്ട്. തൻ്റെ സുഖവും തൻ്റെ സുഖലോലുപമായിട്ടുള്ള ജീവിതവും മാത്രം മനസ്സിൽ കണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നത്. വേണ്ട വേണ്ട എന്ന അവസാനം പറയുന്ന ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. വഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങൾ അറിയണം, ദുനിയാവ് ഇഹലോക ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം കളിയും തമാശയും ഒക്കെ തന്നെയാണ്, അല്ലേ? ലഇബുൻ വലഹ് വസീനത്തുൻ, അത് അലങ്കാരമാണ്. വതഫാഖുറു ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, അത് പരസ്പരം പെരുമ നടിക്കലാണ്. മക്കളെ കുറിച്ച് പറഞ്ഞ്, തൻ്റെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞ്, അങ്ങനെ പെരുമ നടിച്ച് മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു ഇഹലോക ജീവിതത്തെ വർണ്ണിച്ചു തരാണ്. എന്തിനാണ് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുന്നത്? കമസലി ഗൈസിൻ, ഒരു മഴയെ പോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അഅജബൽ കുഫാറു നബാത, ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന്റെ മഴ വർഷിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ചെടി മുളച്ചു വരികയാണ്. വൻ വൃക്ഷമായി ആളുകളൊക്കെ കാണുമ്പോൾ അത്ഭുതപ്പെടുമാറ്, അല്ലേ? അങ്ങനെയാണ്. പലരുടെയും വളർച്ച കണ്ടിട്ട് നാട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. അവൻ ഗൾഫിൽ പോയി വന്നപ്പോഴേക്ക് വലിയ സെറ്റപ്പായി, എല്ലാം ഉഷാറായി, നല്ല എല്ലാവരും ഓർക്കുന്ന സ്മരിക്കുന്ന ഒരാളായി തീർന്നിട്ടുണ്ട്, അല്ലേ? അഅജബൽ കുഫാറു നബാത, കർഷകന് ആ കണ്ടിട്ടുള്ള വിളകളും അതിൽ പടർന്നിട്ടുള്ള വൃക്ഷത്തെയൊക്കെ കണ്ട് അത്ഭുതപ്പെടും. എന്നിട്ടോ സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, പിന്നെ അത് താഴ്ചയിലേക്കാണ്. ആ പച്ചപ്പ് നിറഞ്ഞ എല്ലാ രൂപത്തിലും കുലച്ചു നിൽക്കുന്ന ആ കായ്ക്കനികളൊക്കെ മഞ്ഞ കളറാവാൻ തുടങ്ങും, വാടിപ്പോകും, നിലത്ത് വീഴും, ഉണങ്ങിപ്പോകും. കാറ്റുകൾ അതിനെ കാറ്റുകൾ അതിനെ പാറിപ്പറത്തി കൊണ്ടുപോകുന്നുള്ള. പിന്നെ ആരും അതിനെക്കുറിച്ച് ഓർക്കൂല, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി, ജീവിതത്തിൽ പലരും ഉണ്ടായിരുന്നു, നമുക്കേറെ പ്രിയപ്പെട്ട പലരും. അവരില്ലാത്ത ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവരെ യാത്ര പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇപ്പൊ വല്ലപ്പോഴും നമ്മളൊന്ന് അവരെ ഓർത്താലായി, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി, അങ്ങനെ പലരും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനി നമ്മുടെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും ഓർക്കുമോ? നമ്മുടെ മക്കൾ ഓർക്കുമോ? നമ്മുടെ മക്കൾ ഓർക്കുമോ? ഇല്ല. നമ്മുടെ മനസ്സിൽ കൊടുത്തിട്ടുള്ള ആ സ്ഥാനം മറ്റാർക്കും കൊടുക്കാൻ കഴിയൂല. നമ്മളോടുകൂടി അവർ ഈ ലോകത്ത് നിന്ന് അവസാനിക്കുകയാണ്, ഒരടയാളം പോലും ഇല്ലാണ്ട്, അല്ലേ? അങ്ങനെയാണെന്നാ ആ മഴ പെയ്ത് പടർന്നു പന്തലിച്ചിട്ടുള്ള ആ മരത്തെയും കൃഷിയെയും ഒക്കെ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുകയാണിത്. മനുഷ്യൻ അത്രേ ഉള്ളൂ എന്നുള്ളതാണ്, അല്ലേ? എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, സുമ്മ യകൂനു ഹുതാമ, അല്ലേ? അത് ഹുതാമായി തീരും, പൊട്ടിപ്പടലമായിട്ട്, അത് വെണ്ണീരായിട്ട് ആരും കാണാത്ത രൂപത്തിലായി തീരും. വഫിൽ ആഖിറതി ഹദാബുൻ ശദീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് നാളെ അള്ളാന്റെ അവിടെ വെച്ചിട്ട് ശിക്ഷ ലഭിക്കാനുണ്ട്, കഠിനമായ ശിക്ഷ എന്ന് പറയാണ്. എന്നാ തിരിച്ചു നടന്നവരോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കി തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗത്തിലൂടെ വഴിതിരിഞ്ഞ് നടന്നവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് ഉണ്ട് എന്നുള്ള. വമഗ്ഫിറത്തും മിനല്ലാഹ് വറിദ്വാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയുമുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇഹലോക ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഞ്ചിച്ച് കളയുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. നമ്മളെ വഞ്ചിച്ച് കളയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള പളപളപ്പും അതിന്റെ മനോഹാരിതയും കണ്ടിട്ട് അത് കീഴടക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കല്ല. തിരിച്ചറിയും, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു നിമിഷവും തിരിച്ചെടുക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. ചിന്തിക്കുക,
അള്ളാഹ് നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള അടയാളങ്ങളിൽ നിന്ന് അള്ളാഹ് നൽകിയിട്ടുള്ള നിഅമത്ത് തിരിച്ചറിയുകയും അതിന് നന്ദി കാണിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ കരയിലും കടലിലും പല മുസീബത്തുകളും പല പരീക്ഷണങ്ങളും പല അദാബുകളും വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് കടലിലും കരയിലും ഒരുപാട് പ്രയാസങ്ങൾ, ഫസാദുകൾ, കുഴപ്പങ്ങൾ പ്രകടമാകുന്നത് കാണാൻ കഴിയും. എന്തിനു വേണ്ടിയിട്ടാ? ലിയുസീകഹും ബഅദല്ലദി അമിലു. അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കുറച്ചെങ്കിലും അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ദുരന്തം വന്നുകൊണ്ടിരിക്കുന്ന നമുക്കറിയില്ല. പടച്ചോൻ നൽകിയിട്ടുള്ളത് അത് അള്ളാഹ് പരീക്ഷണാർത്ഥം നൽകിയതാണോ അല്ലെങ്കിൽ ഈ രൂപത്തിൽ ശിക്ഷ നൽകിയതാണോ എന്നും നമുക്കറിയില്ല. അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അതിനെ മനസ്സിലാക്കാൻ എന്തിനു വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയാ, ലഅല്ലഹും യർജിഊൻ. ഒരുപക്ഷെ അവർ മടങ്ങിയേക്കാം. കുറച്ചൊക്കെ ഒരു അഹങ്കാരം കാണിച്ച് അല്ലെങ്കിൽ ഗർവ് കാണിച്ച് നമ്മളിങ്ങനെ നടക്കാണ്, പെട്ടെന്നൊന്ന് വീണുപോയി അല്ലേ, വീണ് ബെഡിലായി. നമുക്ക് ഭക്ഷണവും നമ്മുടെ മലമൂത്ര വിസർജനവും ഒക്കെ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്നും തണുക്കുന്നില്ല. അഹങ്കരിക്കാൻ പിന്നെ തോന്നൂല അല്ലേ. ക്ഷമാമളം നടത്തും, നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള വാക്കുകൾ എടുത്ത് പറഞ്ഞിട്ട്. അങ്ങനെ പടച്ചവനൊന്ന് തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതായിരിക്കും എന്നുള്ളതാണ് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകാതെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് അള്ളാഹ് നൽകിയ നിഅമത്തുകൾ അള്ളാഹ് തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നവരാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശം ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അർഹിക്കുന്ന ഭാഷയിൽ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷണങ്ങൾ ആർക്കും ഏതു നിമിഷവും കടന്നു വരാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തലേന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരിക്കലും അവരൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നാളെ രാവിലെ ആകുമ്പോഴേക്ക് ഈ ലോകത്ത് നിന്ന് നമ്മളൊക്കെ വിട പറഞ്ഞു പോകുമെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ളവർ പ്രയാസം അനുഭവിക്കുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഒരു വിശ്വാസിയുടെ പ്രയാസം നമ്മൾ അകറ്റിയിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹ് നമ്മുടെ പ്രയാസങ്ങൾ അകറ്റുന്നുള്ളതാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുർബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരു വ്യക്തിയുടെ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി കൊടുക്കണമെങ്കിൽ ദുനിയാവിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ പ്രയാസം നമ്മൾ അകറ്റി കൊടുക്കണം, നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അല്ലേ. അത് നമ്മുടെ ബാധ്യതയാണ്. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ കാരുണ്യം കാണിക്കണം. ആരോടാ? ദുനിയാവിൽ അർളിലുള്ള ഭൂമിയിലുള്ള മനുഷ്യരോടും മൃഗങ്ങളോടും ജന്തുജാലങ്ങളോടൊക്കെ നമ്മൾ കരുണ കാണിക്കണം. എങ്കിലോ ആകാശത്തുള്ളവൻ നമ്മോട് കരുണ കാണിക്കും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പടച്ചോന്റെ ആ കാരുണ്യം ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് നൽകിയത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം അല്ലേ. ആ ദുരന്ത ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, പലരുടെയും വീടും സമ്പത്തും എല്ലാം നഷ്ടമായിട്ട് ഒന്നുമില്ലാത്ത പാപ്പരായിക്കൊണ്ട് കൈമലർത്തി നിൽക്കുന്ന അവരുടെ ഓരോ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 10-60 പവന് നഷ്ടപ്പെട്ടിട്ട് ഒരു വ്യക്തി അത് തേടി പോകുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇതൊന്നും കാര്യമില്ല എന്നുള്ള. ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ എടുത്തു കളയും അല്ലേ.
തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതൊന്നും നാളെ ഉപകാരപ്പെടണം എന്നില്ല. മറ്റുള്ളവരുടെ പലരുടെയും കരങ്ങളാലായിരിക്കും ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരാന്നുള്ള. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക, ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കലക്ഷനാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ കഴിയുന്നത് നമ്മൾ ചെലവഴിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ഉറപ്പായിട്ടും പ്രതിഫലം കിട്ടും. നാളെ നമ്മൾ ഖബറിലേക്ക് ഒന്നും കൊണ്ടുപോകില്ല. ഒരു വല്യമ്മ മരണപ്പെട്ട സമയത്ത് ഒരു വ്യക്തി ഉസ്താദിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ഉസ്താദേ, വല്യമ്മയുടെ കാതിലെ ചിറ്റ് അത് ആ ഉമ്മയുടെ ചെവിയുടെ മാംസത്തോട് എകി ചേർന്നിട്ടുണ്ട്, അത് എടുക്കാൻ കഴിയണില്ല. ഉസ്താദെ, അതോടൊക്കെ ഉമ്മയെ മറമാടാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. തിരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക മനുഷ്യൻ, കുഴപ്പമില്ല ഉസ്താദെ, അത് കട്ടർ കൊണ്ടുവന്ന് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ വേർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. ചിന്തിച്ചു, ഒരു തരി സ്വർണം പോലും നമ്മൾ ഖബറിലേക്ക് കൊണ്ടുപോകില്ല അല്ലേ? നമ്മൾ ഈ അണിഞ്ഞിട്ടുള്ള വസ്ത്രം അത് നാളെ മറ്റുള്ളവർ ഉപയോഗിക്കും. നമ്മൾ കയ്യിൽ കെട്ടിയിട്ടുള്ള വാച്ച് അത് നാളെ നമ്മുടെ മക്കളോ ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കും അല്ലേ? ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. നമ്മൾ പടുത്ത് വലുതാക്കിയിട്ടുള്ള നമ്മുടെ വീടോ ബിസിനസ് സാമ്രാജ്യമോ കാറോ ഒന്നും നമ്മൾ നാളെ കൊണ്ടുപോകില്ല. ഖബർ വരെ എല്ലാവരും വരും. 3 പിടി മണ്ണ് വാരിയിട്ടിട്ട് അവരൊക്കെ തിരിച്ചു പോകും. നാളെ നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? നമ്മൾ ബാക്കിയാക്കിയിട്ടുള്ള അമലുകൾ സാലിഹാത്തുകൾ മാത്രം അല്ലേ? സദഖത്തുൻ ജാരിയകൾ മാത്രം. ഇൽമുൻ നാഫിഅ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, ഇതൊക്കെ നമുക്ക് ഖബറിലേക്ക് ഉണ്ടാവുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു നെയ്യത്തോട് കൂടിയിട്ട് പടച്ച റബ്ബ് നൽകിയത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കാൻ നമുക്ക് കഴിയണം. ആയിഷ റളിയല്ലാഹു അൻഹ ആടിനെ അറുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്തപ്പോൾ പറയുന്നുണ്ട്, റസൂലേ, ഇനി ആടിന്റെ കുഴമ്പല്ലാണ്ട് വേറൊന്നും ബാക്കിയില്ല. അങ്ങനെ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്താണ്, അല്ല ആയിഷ, അങ്ങനല്ല പറയേണ്ടത്. ഈ കുളമ്പുകൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ എന്നല്ല പറയേണ്ടത്. മറിച്ചോ, കൊടുത്തതൊക്കെ നമുക്ക് കിട്ടിയതാ. ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ട്, അതങ്ങോട്ട് തീർന്ന്. നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ, ദാനം ചെയ്തിട്ടുണ്ടോ, അതൊക്കെ നാളെ നമുക്ക് കിട്ടിയതാണ് അല്ലേ? ആ രൂപത്തിൽ സ്വതക്ക ചെയ്യാൻ, ധർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇനി ഒരിക്കലും അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന ബോധ്യത്തോടു കൂടിയിട്ട് ധർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞിട്ടുള്ളവരുടെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വയനാട്ടിൻ്റെ മണ്ണിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും അനുഭവിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുമാറാകട്ടെ. അവരിൽ മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഹീദിൻ്റെ പുണ്യം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. صلى الله عليه وسلم.